അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്ന ഈ ഒരു ന്യൂസ് നമ്മളെല്ലാം കണ്ടതാണ്. ട്രിവാൻഡ്രം ഉഴമലക്കലിൽ ഉള്ള ഒരു വീട് ജപ്തി ചെയ്യപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ടർ ടിവിയാണ് ഈ ഒരു ന്യൂസ് പുറത്തു കൊണ്ടുവന്നത്. ഒരു കൂട്ട ആത്മഹത്യയിലേക്കോ മറ്റോ പോകേണ്ടിയിരുന്ന സാഹചര്യത്തെ തടയാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസ് ആണ് ഈ ഒരു വീട് ജപ്തി ചെയ്തിട്ടുള്ളത്. 3.5 ലക്ഷം ലോൺ എടുത്തിരുന്നത് ഒരു 4-4.25 ലക്ഷം മൊത്തത്തിൽ കഴിഞ്ഞിരുന്നു, പലിശ ഉൾപ്പെടെ. ഏതൊക്കെയോ സാഹചര്യത്തിൽ അവർക്കത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ പോയി. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ 5 സ്ത്രീകളാണ് പുറത്താക്കപ്പെട്ടത്. ഈ ഒരു ന്യൂസ് ലൈവ് വന്ന് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടുകയാണ്. അവരുടെ എല്ലാ കടബാധ്യതകളും ഏറ്റെടുത്ത് തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാഹചര്യത്തെ അതിന്റെ സിസ്റ്റം വെച്ച് തന്നെ കേന്ദ്രമന്ത്രി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രശംസനീയമായ കാര്യം. അദ്ദേഹത്തിന് വേണമെങ്കിൽ പൈസ കൊടുക്കാതെ തന്നെ ആ ഒരു വീട് തുറന്നു കൊടുക്കാമായിരുന്നു. ബട്ട് ഇവിടെ ഒരു സിസ്റ്റം റൺ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിൽ തന്നെ പൈസ ആ ഒരു ഫിനാൻസ് കമ്പനിക്ക് സ്വന്തമായി ഏറ്റെടുത്ത് തിരിച്ചടയ്ക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വർക്കലെ ഒരു ന്യൂസ് കണ്ടതാണ്. 4 അംഗങ്ങൾ വരുന്ന 2 ആൺമക്കളും ഒരു അച്ഛനും അമ്മയും വരുന്ന ഒരു കുടുംബം ആത്മഹത്യ ചെയ്തത്. എല്ലാവരും മാക്സിമം കടം എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കടം എടുത്താലും മാക്സിമം എത്രയും പെട്ടെന്ന് തിരിച്ചടച്ച് തീർക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കേണ്ടതാണ്. പലിശ കുറവുള്ളത് നമുക്ക് വിശ്വസനീയമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് മാക്സിമം ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ കടം എടുക്കുമ്പോൾ ഉള്ള പലിശ നിരക്കിൽ ഒരു കൺട്രോള് RBIയും സർക്കാരും എല്ലാം കൊണ്ടുവന്നാൽ തന്നെ ഏകദേശം ഒരു പരിഹാരം ഇതിന് കാണുവാൻ സാധിക്കും. കൃത്യസമയത്ത് ഇടപെട്ട റിപ്പോർട്ടർ ചാനലും കേന്ദ്രമന്ത്രിയും അഭിനന്ദനം അർഹിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ജപ്തി പോലുള്ള കാര്യങ്ങൾ ഇനിയും ആർക്കും തന്നെ ഉണ്ടാകാതിരിക്കട്ടെ.